وإذا سألك عبادي عني فإني قريب أجيب دعوة. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سل بني إسرائيل كم آتيناهم من آية بينة ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب. زين للذين كفروا الحياة الدنيا ويسخرون من الذين آمنوا والذين اتقوا فوقهم يوم القيامة والله يرزق من يشاء بغير حساب. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. سل بني إسرائيل മദ് ചെയ്യണേ, ദീർഘം വേണേ. മദ് മുത്തസിൽ വാജിബ് 4-5. സൽ ബനി, അവിടെ മദ് മുൻഫസിലാണ്. ഇസ്രാഈല മുത്തസിലാണ്, നിർബന്ധം. ആദ്യത്തെ നിർബന്ധമില്ല. സൽ ബനി ഇസ്രാഈല എന്ന് ഓതാവുന്നതാണ്. അല്ലെങ്കിൽ ആദ്യത്തേതിനും നീട്ടാം. സൽ ബനി ഇസ്രാഈല രണ്ടും സ്വീകരിക്കാം. പക്ഷേ രണ്ടാമത്തേത് നിർബന്ധമായിട്ടും നീട്ടണം. ഇസ്രാഈല എന്ന ദീർഘം. ഓക്കെ, ഇനി ഓതിത്തരാം. സൽ ബനി ഇസ്രാഈല كم آتيناهم من آية بينة سل بني إسرائيل كم آتيناهم من آية بينة ومن يبدل نعمة الله من بعد ما جاءته
ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب. ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب. ഓതിയോക്കൂ. ഇനി ഒന്നിച്ചോദം സൽബനി മുതൽ എൻ്റെ കൂടെ ഒതുക്കോളൂ. സൽബനി ഇസ്രാഈല കം ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിനഹ് വമൻ യുബദ്ദിൽ നിഅമതല്ലാഹി മിൻ بعد ما جاءته فإن الله شديد العقاب. ഓക്കെ, ഇന്നിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ആയത്തുകളൊക്കെ അങ്ങനെ ഓതിപ്പോരുക. സുയ്യിന ലില്ലദീന, അവിടെ കഫറു കഴിഞ്ഞിട്ട് കഫറുൽ ഹയവാത്തു അല്ല, കഫറുൽ ഹയാത്തു ദുനിയ എന്നാണ്. അതേപോലെ തന്നെ ആ ആയത്തിൽ മയ്യശാഉ എന്ന മദ് മുത്തസിൽ പാലിക്കണം, നിർബന്ധമാണ്. കാനന്നാസു നൂന് മണിക്കണം, ഉമ്മതൻ മീമ് മണിക്കണം. ഫബഅസല്ലാഹു നബിയ്യീന അത് നൂന് മണിക്കണം. അങ്ങനെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ച് നോക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറ അൽ ബഖറയിലെ 211, 12, 13 ഈ 3 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. 211-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഇസ്രായേൽ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, ഇസ്രായേൽ സമൂഹത്തോട് ചോദിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. സൽ ബനീ ഇസ്രാഈല കം ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിന. പ്രവാചകരെ, ഇസ്രായേൽ സന്തതികളോട് താങ്കൾ ചോദിക്കൂ. കം ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിന, വ്യക്തമായ എത്രയെത്ര തെളിവുകളാണ് നാം അവർക്ക് നൽകിയത്. കം ആതൈനാഹും, നാം അവർക്ക് എത്ര നൽകിയിട്ടുണ്ട്. മിൻ ആയത്തിൻ ബയ്യിന, വ്യക്തമായ ഒരുപാട് തെളിവുകൾ. നമുക്കറിയാം, ഇസ്രായേൽ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കിടയിൽ ജീവിച്ചിരുന്ന കാലത്തും അതിനുശേഷവും ഒക്കെ തന്നെ ഇസ്രായേൽ സന്തതികൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് നൽകി. അവർ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ അവർക്ക് മന്നയും സൽവയും അതുപോലെ അവർ ആവശ്യപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ അവർക്ക് 12ഓളം നീരുറവകളും ഒക്കെ നൽകിയതായി സൂറ അൽ ബഖറയിൽ തന്നെ ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ഒരു വിഭാഗമാണ് ഇസ്രായേൽ സമൂഹം. പക്ഷെ ആ അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി കാണിക്കുന്നതിന് പകരം ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദികേട് കാണിക്കുകയാണ് ഇസ്രായേൽ സമൂഹം ചെയ്തത് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം എന്ന് ഇസ്രായേൽ സന്തതികളോട് അല്ലാഹു പറയുന്നുണ്ട്. ഇത് ഇസ്രായേൽക്കാരോട് മാത്രം, ഇസ്രായേൽ സമൂഹത്തോട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോടുമുള്ള പടച്ചവൻ്റെ സംസാരമാണിത്. നമുക്കൊക്കെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങൾ, സൗകര്യങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും.
എന്നിട്ട് അള്ളാഹ് പറയുന്നത് വമൻ യുബദ്ദിൽ നിഅമത്തല്ലാഹി മിൻ ബഅദി മാ ജാഅതുഹു, ആ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടതിന് ശേഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ആര് മാറ്റിമറിക്കുന്നുവോ ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അവർക്ക് വളരെ വേദനാജനകമായ ശിക്ഷ അള്ളാഹു നൽകുന്നതാണ്. എന്താണ് വമൻ യുബദ്ദിൽ നിഅമത്തല്ലാഹി എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വിപരീതം നിൽക്കുക, അഥവാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യുന്നതിന് പകരം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുക. ഇതാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിൽ കാണുന്നത്. പടച്ചവൻ തന്ന അനുഗ്രഹം, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കയില്ല എന്നാണ്. അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി കണക്കാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള പറയും. ലാ തുഹ്സുഹ, അത് നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അവ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്തത്ര നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി. എത്രമാത്രം അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരുക്കി വെച്ചിരിക്കും, സജ്ജമാക്കിയിരിക്കുന്നത്. എത്രയെത്ര സിസ്റ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഒരേ സമയം വളരെ കൃത്യമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതന്നെ ആലോചിച്ചാൽ നമുക്ക് അള്ളാഹുവിന് എത്ര തന്നെ ശുക്ർ ചെയ്താലും നമുക്ക് അത് മതിയാവുകയില്ല. അവ ഇസ്രായേൽ സമൂഹത്തോടുള്ള പറയും, നിങ്ങൾക്ക് എത്ര നിയമത്തുകൾ പഠിച്ചോണ്ടെന്ന്, പക്ഷെ നിങ്ങൾ അതിനൊന്നും നന്ദി കാണിക്കുന്നില്ലല്ലോ. അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ വിപരീതം കാണിക്കുകയാണല്ലോ. അതിന് ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു തീർച്ചയായും നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ തരുന്നതാണ്. ഇത് നമ്മൾ ഓരോരുത്തരോടുമുള്ള അള്ളാഹുവിൻ്റെ സംസാരമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെയും മക്കളിലൂടെയും നമ്മുടെ ബിസിനസ്സിലൂടെയും അങ്ങനെ നമ്മുടെ ജോലിയിലൂടെയും ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനൊക്കെ നന്ദി കാണിക്കേണ്ടത്, നന്ദി കാണിക്കുന്ന ഒരു നല്ല അടിമയുടെ സ്വഭാവമാണ്. തുടർന്നുകൊണ്ട് സത്യനിഷേധികളായ ആളുകളുടെ സ്വഭാവമാണ് പറയുന്നത്. സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയ, സത്യനിഷേധികളായ ആളുകൾക്ക് ഈ ഭൗതികമായ ജീവിതം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിലെ ഈ പളപ്പളപ്പുകളും ഇവിടെയുള്ള സൗന്ദര്യങ്ങളും ഇവിടെയുള്ള ഈ ആനന്ദങ്ങളും ഒക്കെയാണ് യഥാർത്ഥമായ ജീവിതം എന്ന് അവർക്ക് തോന്നിക്കപ്പെട്ടിരിക്കുന്നു. അത് ഈ ദുനിയവിയായ ജീവിതം അവർക്ക് അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ, ഭൗതിക ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും ആനന്ദങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ യഥാർത്ഥമായ ലക്ഷ്യം മറന്നു പോവുകയും ഈ ദുനിയാവിൻ്റെ പിന്നാലെ നമ്മൾ നെട്ടോട്ടം ഓടുകയുമാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ സ്വഭാവമല്ല, ഇത് സത്യനിഷേധികളുടെ സ്വഭാവമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയ, ദുനിയവിയായ ജീവിതം സത്യനിഷേധികൾക്ക് അലങ്കൃതമാക്കി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. യസ്ഖറൂന മിനല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ അവർ പരിഹസിക്കുന്നു. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ എന്ത് സൗകര്യമുള്ളത്, ഞങ്ങൾക്കെല്ലാ ഹൈറുകളുള്ളത്. അപ്പോൾ ദുനിയാവിൽ അള്ളാഹു സൗകര്യങ്ങൾ നൽകുമ്പോൾ അത് ഇല്ലാത്ത ആളുകളെ അവർ പരിഹസിക്കുകയാണ്. വല്ലദീന തഖൗ, എന്നാൽ അള്ളാഹു വിശ്വാസികളോട് പറയുന്നു, വല്ലദീന തഖൗ, ആര് ഈ ദുനിയാവിൽ പടച്ചവനെ സൂക്ഷിച്ച് ജീവിച്ചുവോ, തഖ്വയോടുകൂടി ജീവിച്ചുവോ, ഫൗഖഹും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഈ ദുനിയാവിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന സത്യനിഷേധികളുണ്ടല്ലോ, അവരുടെ മുകളിലായിരിക്കും അന്ത്യനാളിൽ നിങ്ങളുണ്ടാവുക. അപ്പോൾ അവിടെ നിങ്ങൾക്കാണ് സ്ഥാനം. ഇവിടെ കുറച്ച് സ്ഥാനം കുറഞ്ഞാലും ഇവിടെ സൗകര്യങ്ങൾ കുറഞ്ഞാലും അള്ളാഹു പരലോകത്ത് നിങ്ങൾക്ക് വലിയ സ്ഥാനം നൽകും എന്ന് സത്യവിശ്വാസികളെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. ദുനിയാവിലെ എന്തെങ്കിലും പ്രയാസമൊക്കെ കാണുമ്പോൾ എന്താ അത് പടച്ചോൻ എങ്ങനെ കാണിക്കുന്നത്, പടച്ചോൻ്റെ തന്നെ എനിക്കൊന്നും തരാത്തത് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അതൊക്കെ അള്ളാഹു പറയുന്നു, വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഈ ദുനിയാവിൽ ആർക്കൊക്കെ നൽകണം അത് പടച്ചോൻ്റെ തീരുമാനമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അവൻ നൽകും. ചിലപ്പം ഒരു നന്ദിയും കാണിക്കാത്ത നിഷേധിയായ ആൾക്കാർക്ക് പടച്ചോൻ കൊടുക്കുക.
നല്ല ആൾക്കാർക്കും പഠിച്ചാൻ കൊടുക്കും. അതൊക്കെ അള്ളാഹിൻ്റെ തീരുമാനമാണ്. അള്ളാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപജീവനം നൽകും. അതിനൊന്നും നമുക്ക് യാതൊരു അധികാരമില്ല. നമ്മുടെ തീരുമാനം അനുസരിച്ചൊന്നല്ല. ഒരേ ബിസിനസ് തന്നെ ഒരേ സംഖ്യ മുടക്കി ചെയ്ത ആൾക്കാർ, ഇപ്പോൾ ചില ആൾക്കാർ ഒന്നും കുത്തുവാളെടുക്കും, ബിസിനസ്സൊക്കെ പൊട്ടി. ചിലർക്ക് അതിൽ വലിയ ഖൈർ പഠിച്ചു നൽകും. അതൊക്കെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ ദുനിയാവിൽ അവന് ചിലപ്പോൾ ഖൈർ നൽകും, ചിലപ്പോൾ ഷർറ് നൽകും. നഷ്ടങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും ദുനിയാവിൽ. പക്ഷേ അള്ളാഹു നേരത്തെ പറഞ്ഞതുപോലെ വല്ലദീന തഖൂ ഫൗഖഹും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഈ നിഷേധികളുടെ ഒക്കെ മുകളിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യരെല്ലാം ഒരൊറ്റ സമുദായമായിരുന്നു. നമുക്കറിയാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂലോകത്തേക്ക് വന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് നൽകപ്പെട്ട മാർഗദർശനം അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത്, അങ്ങനെ ആ സമൂഹം ഒരൊറ്റ സമൂഹമായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇടയിൽ 10ഓളം തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ സഹാബികൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞത്. അപ്പോൾ മനുഷ്യരെല്ലാം ഒരൊറ്റ സമൂഹമായി ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ, അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായി അള്ളാഹു പ്രവാചകന്മാരയച്ചു. പ്രവാചകന്മാരുടെ ദൗത്യം എന്താണ്? സ്വർഗത്തെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക, നരകത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകുക. ഇങ്ങനെ ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായി അള്ളാഹു പ്രവാചകന്മാരയച്ചു. മാത്രമല്ല വൻസലമാഹുൽ കിതാബ ബിൽ ഹഖ്, ഹക്കുമായ യാഥാർത്ഥ്യം എന്താണ്, സത്യമെന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന വേദഗ്രന്ഥവും അവരുടെ കൂടെ ഇറക്കി. ലിയഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫൂ ഫീഹി, അവരേതൊന്നിൽ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നുവോ ആ കാര്യത്തിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി. എല്ലാ വേദഗ്രന്ഥങ്ങളും അങ്ങനെയാണ് വന്നത്. തൗറാത്താവട്ടെ ഇഞ്ചീലാവട്ടെ അവസാനമായി നൽകപ്പെട്ട വിശുദ്ധ ഖുർആനാവട്ടെ, അതിനു മുമ്പ് ഉള്ള സമൂഹങ്ങളിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വേദഗ്രന്ഥത്തിൻ്റെ മുന്നിൽ വെച്ച് ആ വേദഗ്രന്ഥത്തിലേക്ക്, അതിൻ്റെ സത്യത്തിലേക്ക് നിങ്ങൾ മടങ്ങണമെന്നാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്. പക്ഷേ വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅത്തുഹുമുൽ ബയ്യിനാത്ത്, പക്ഷേ ആ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ അഭിപ്രായ വ്യത്യാസക്കാരായില്ല. ഇല്ലല്ലദീന ഊതൂ മിൻ ബഅദി മാ ജാഅത്തുഹുമുൽ ബയ്യിനാത്ത് ബഅയ്യൻ ബൈനഹും, എന്തുകൊണ്ടല്ലാതെ അവർ തമ്മിലുള്ള വൈരാഗ്യവും വിദ്വേഷവും പകയുമൊക്കെയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണം. നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്തുമായി ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്നു. പക്ഷേ ആ തൗറാത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് അവരെ യഥാർത്ഥ സന്ദേശത്തിലേക്ക് വിളിച്ചു. ഇഞ്ചീൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇഞ്ചീൽ എന്ന് പറയുന്നത് മുമ്പുള്ള തൗറാത്തിനെ ശരിപ്പെടുത്തിക്കൊണ്ടാണ് ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥവുമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് വന്നത്. പക്ഷേ ജൂതന്മാരവിടെ ധിക്കാരവും വൈരാഗ്യവും ഒക്കെ നിമിത്തം അതവർ അംഗീകരിച്ചില്ല. ഇതാണ് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നത്. വിശുദ്ധ ഖുർആൻ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ഒക്കെ ആൾക്കാർ ഈ വിശുദ്ധ ഖുർആനിൻ്റെ സത്യസന്ദേശത്തിലേക്ക് വരിക എന്നതാണ്. ഇഞ്ചീലിനെയും തൗറാത്തിനെയും ഒക്കെ നിഷേധിക്കാനല്ല ഖുർആൻ വന്നത്. അതിൽ പറഞ്ഞ സത്യങ്ങളെ ശരിപ്പെടുത്തിക്കൊണ്ടാണ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ആ വേദഗ്രന്ഥങ്ങളെ മുഴുവനും ശരിപ്പെടുത്തിക്കൊണ്ട് അതിലുള്ള പറഞ്ഞ സത്യങ്ങളെ അംഗീകരിച്ചു കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വന്നത്. എന്നിട്ടും ആ വിശുദ്ധ ഖുർആനെ നിഷേധിക്കുകയും അതിനോട് ധിക്കാരപൂർവ്വമുള്ള സമീപനം സ്വീകരിക്കുകയുമാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫഹദല്ലാഹു അല്ലദീന ആമനൂ ലിമഖ്തലഫൂ ഫീഹി മിനൽ ഹഖ്ഖി ബിഇദ്നിഹി, എന്നാൽ എത്രയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും സത്യവിശ്വാസികളെ അള്ളാഹു യഥാർത്ഥ വഴിയിലേക്ക്
മാർഗദർശനം ചെയ്യും. അവരേതൊന്നിൽ ആ സമൂഹം ഏതൊന്നിൽ അഭിപ്രായ വ്യത്യാസക്കാരായിരുന്നു മിനൽ ഹക്കി, ആ സത്യത്തിൽ നിന്ന് അവരേതൊക്കെ വഴിയിലേക്ക് വ്യതിചലിച്ചു പോയവോ ആ വ്യതിചലിച്ചു പോയ വഴിയിൽ നിന്ന് യഥാർത്ഥമായ പന്ഥാവിലേക്ക് നയിക്കുക എന്ന ദൗത്യമാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നിർവഹിക്കുന്നത്. വല്ലാഹു യഹ്ദീ മൻ യശാ, അള്ളാഹുവിൻ ഉദ്ദേശിക്കുന്നവരെ വഴി നടത്തുന്നു ഇലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ വഴിയിലേക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിശുദ്ധ ഖുർആനാണ് ഹക്കായ വഴിയിലേക്ക് നമ്മളെ വഴി നടത്തുന്നത്. ആ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. അങ്ങനെ സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ഹക്കിലൂടെ മുന്നോട്ട് പോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وإذا سألك عبادي عني فإني قريب أجيب دعوة